മഹാരാഷ്ട്രയിലെ കല്യാൺ രൂപതയുടെ മുൻപിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. കല്യാൺ രൂപതയെ സംബന്ധിച്ചിടത്തോളം നാളെ ഒരു ചരിത്ര പ്രാധാന്യമേറിയ ഒരു ദിനം തന്നെയാണ്. 2025 ഒക്ടോബർ മാസം 19-ാം തീയതി ഞായറാഴ്ച ഏകദേശം ഉച്ചയ്ക്ക് 2:30 കല്യാൺ രൂപതയുടെ സെൻറ് തോമസ് കത്തീഡ്രൽ ദേവാലയ അങ്കണം കല്യാൺ വെസ്റ്റിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ വെച്ചാണ് ഉച്ചയ്ക്ക് 2:30 സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യ മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കല്യാൺ രൂപതയുടെ 3ാമത്തെ ഇടയനായി അഭിമന്യ മാർ സെബാസ്റ്റ്യൻ വാണിപുരയ്ക്കൽ പിതാവ് അഭിഷിക്തനാകുന്നത്. കല്യാൺ രൂപതയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഇരട്ടി മധുരം കൂടി സമ്മാനിക്കുന്ന ഒരു ദിനം കൂടിയാണ് നാളെ. കാരണം കല്യാൺ രൂപത അതിരൂപതയായിട്ട് ഉയർത്തപ്പെടുകയാണ്. നമുക്കറിയാം 1988 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് കല്യാൺ രൂപത സ്ഥാപിച്ചത്. ആദ്യത്തെ ഇടയനായി കല്യാൺ രൂപതയിൽ സ്ഥാനം ഏറ്റെടുത്തത് അഭിമന്യ പോൾ ചിറ്റിലപ്പള്ളി പിതാവാണ്. അതിനുശേഷം 1997 അഭിമന്യ മാർ തോമസ് ഇലവനാൽ പിതാവ് രൂപതയുടെ 2ാമത്തെ ഇടയനായി സ്ഥാനം ഏറ്റെടുത്തു. അഭിമന്യ പോൾ ചിറ്റിലപ്പള്ളി പിതാവ് പാകിയ ആ ഒരു അടിസ്ഥാനത്തിൽ അഭിമന്യ തോമസ് ഇലവനാൽ പിതാവ് രൂപതയെ ആത്മീയവും ഭൗതികവുമായി വലിയ ഉന്നതിയിലേക്ക് നയിക്കുകയുണ്ട്. ഏകദേശം 30 വർഷത്തോളമാണ് അഭിമന്യ തോമസ് ഇലവനാൽ പിതാവ് രൂപതയെ നയിച്ചത്. അതിനുശേഷമാണ് ഒരു അതിരൂപതയായി തന്നെ അഭിമന്യ മാർ സെബാസ്റ്റ്യൻ വാണിപുരയ്ക്കൽ പിതാവിന് രൂപതയുടെ ആ ഒരു ശുശ്രൂഷ സ്ഥാനം അല്ലെങ്കിൽ രൂപതയുടെ ആ ഒരു ബാറ്റൺ കൈമാറുന്നത്. അതിനാൽ തന്നെ കല്യാൺ രൂപതയിലെ വിശ്വാസി സമൂഹക്കറിയാം ബോംബെ കേന്ദ്രീകരിച്ച് നിരവധി പ്രവാസി മലയാളി സമൂഹങ്ങളാണ് ഇവിടെയുള്ളത്. പ്രത്യേകിച്ച് പ്രവാസി സീറോ മലബാർ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കല്യാൺ രൂപതയോട് വളരെ വൈകാരികമായിട്ടുള്ളൊരു അടുപ്പം കൂടിയുണ്ട്. അതിനാൽ തന്നെ നാളത്തെ ചടങ്ങുകളിൽ നിരവധി വിശ്വാസികൾ മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കല്യാൺ രൂപതയുടെ ആ ഒരു അതിർത്തികൾ അത് വിപുലീകരിക്കപ്പെടാൻ പോവുകയാണ്. കല്യാൺ അതിരൂപതയുടെ അധികാര പരിധി മഹാരാഷ്ട്ര ഒപ്പം തന്നെ ഗോവ സംസ്ഥാനം മുഴുവൻ ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നു. മുംബൈ, പൂനെ, നാസിക്, കോലാപൂർ, റായഗഡ്, സോളാപൂർ, ധുലൈ, ജൽഗാവ് തുടങ്ങി അങ്ങനെ വിവിധ പ്രദേശങ്ങളിലേക്ക് തീർച്ചയായിട്ടും കല്യാൺ രൂപതയുടെ അധികാര പരിധി വ്യാപിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയുടെ ഒരു ആഹ്ലാദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു നിമിഷം തന്നെയാണ് നമ്മളിവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു മിഷൻ രൂപത കൂടിയാണ് അഭിമന്യ തോമസ് ഇലവനാൽ പിതാവ് രൂപതയെ വളരെയധികം ഉയരങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട്. മാത്രമല്ല രൂപതയുടെ പ്രവാസി വിശ്വാസി സമൂഹത്തിൻ്റെ അജപാലനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിരവധി പദ്ധതികൾ കർമ്മ പദ്ധതികൾ അഭിമന്യ തോമസ് ഇലവനാൽ പിതാവിന് അത് തുടക്കമിടുവാനും പൂർത്തീകരിക്കുവാനും സാധിച്ചിട്ടുണ്ട്. ആ തോമസ് ഇലവനാൽ പിതാവ് പാകിയ ആ ഒരു വിത്ത് ആ അടിത്തറമേൽ മാർ സെബാസ്റ്റ്യൻ വാണിപുരയ്ക്കൽ പിതാവ് തൻ്റെ ശുശ്രൂഷ സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്ന ആ ഒരു മഹനീയ നിമിഷത്തിന് കല്യാൺ അതിരൂപത സാക്ഷ്യം വഹിക്കുമ്പോൾ തീർച്ചയായും സീറോ മലബാർ സഭയ്ക്ക് അഭിമാനിക്കാം. ഒരു അതിരൂപതയെ കൂടി ലഭിക്കുകയാണ് നാളെ. ഒപ്പം തന്നെ കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്കും അഭിമാനിക്കാം. തീർച്ചയായിട്ടും നമുക്കറിയാം സെബാസ്റ്റ്യൻ വാണിപുരയ്ക്കൽ പിതാവ് കൂരിയ ബിഷപ്പായിരുന്നു. സീറോ മലബാർ സഭയുടെ 2023 ഡിസംബർ മുതൽ ജനുവരി വരെ സീറോ മലബാർ സഭയുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് അദ്ദേഹം സേവനം ചെയ്തിരുന്നു. തീർച്ചയായിട്ടും രൂപതയെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാം. നല്ലൊരു ഇടയനെ തന്നെയാണ് കല്യാൺ രൂപതയ്ക്ക് ലഭിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥനയോടുകൂടി തന്നെ നാളത്തെ ശുശ്രൂഷകളിൽ പങ്കെടുക്കാം. കല്യാൺ അതിരൂപതയ്ക്ക് വേണ്ടിയിട്ട് പുതുതായി സ്ഥാനം ഏറ്റെടുക്കാൻ പോകുന്ന അഭിമന്യ സെബാസ്റ്റ്യൻ വാണിപുരയ്ക്കൽ പിതാവിന് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അഭിമന്യ തോമസ് ഇലവനാൽ പിതാവിന് പ്രാർത്ഥന ആശംസകൾ നേരാം. ഇവിടെ മഹാരാഷ്ട്രയിലെ കല്യാൺ രൂപതയുടെ ബിഷപ്സ് ഹൗസിൽ നിന്നും ജോർജി ജോസ്, ഷെക്കീന ന്യൂസ്.